പഞ്ചാരക്കൊല്ലിയിലും പരിസര പ്രദേശങ്ങളിലും 48 മണിക്കൂർ കർഫ്യൂ ആണ്. അതെ, കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയിൽ തെരച്ചിലിനിടയിൽ ദൗത്യസേനാംഗങ്ങൾ കടുവയെ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാത്രി സമയത്ത് തന്നെ ആയതുകൊണ്ട് ആ സമയത്ത് വെടിവെക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും മേലെ പിലാക്കാവ് എന്ന് പറയുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ പരിശോധന. 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ നിർദ്ദേശങ്ങൾ വളരെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൗത്യസേന RRTയുടെ കൂടെ തണ്ടർബോൾട്ട്, നമ്മുടെ ഈ മാവോയിസ്റ്റുകളെ പിടിക്കാനുള്ള സംവിധാനമാണല്ലോ തണ്ടർബോൾട്ട്, അവരും ഈ പരിശോധനയിൽ പങ്കുചേരുന്നു എന്നതാണ്. നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും വേഗം ആ കടുവയെ പിടികൂടി എന്ന ശുഭവാർത്ത വരുമെന്ന് പ്രതീക്ഷിക്കാം. ആരാണ്? ജോഷില രാവിലെ മുതൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ദിവസമായി കടുവയുടെ കൂടെയാണ് ജോഷിലയും അനൂപും ആ പഞ്ചാരക്കൊല്ലി വനമേഖലയിൽ നിന്ന്. പ്രത്യേകിച്ച് ഇന്നലെ തറാട്ട് ഭാഗത്ത് ഈ കടുവയുടെ സാന്നിധ്യം മറ്റേ RRT സംഘാംഗം ജയസൂര്യക്ക് പരിക്കേറ്റ ഒരു സമയത്തൊക്കെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ അപ്പപ്പോ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനൊക്കെയും ആ കാടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നിയന്ത്രിതമായ പ്രദേശത്ത് കാടിറങ്ങിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കടുവ ഇന്നലെ രാത്രിയിൽ ദൗത്യ സംഘങ്ങൾ കണ്ടു എന്നതാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഇന്നിപ്പോൾ തണ്ടർബോൾട്ടും സംഘാംഗങ്ങളും ഒക്കെ ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരുകയാണ്. ഒരു സ്പെഷ്യൽ ഓപ്പറേഷന്റെ ദിവസമാണിന്ന്. തീർച്ചയായും മനു, RRT അംഗങ്ങൾ നടത്തിയ നൈറ്റ് പട്രോളിങ്ങിനിടെയാണ് ഇന്നലെ രാത്രി ഏകദേശം പുലർച്ചയോടുകൂടി കടുവയെ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ പിലാക്കാവ് മേഖലയിൽ കണ്ടെത്തിയതായി പറയുന്നത്. ഈ മേഖലയിൽ നൈറ്റ് പട്രോളിങ്ങിന് വന്ന RRT സംഘമാണ് കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മേഖലയിൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമും സുസജ്ജരായി സെർച്ചിനായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനവാസ മേഖലയാണ്. 1-2 വീടുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതിനപ്പുറത്തേക്ക് വലിയ കാടാണ്, ഉൾക്കാട് മേഖല തന്നെയാണ് എന്ന് വേണം പറയാൻ. ഈ മേഖലയിലാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ സമയത്ത് തന്നെ കടുവയെ പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ സേനാ അംഗങ്ങളും അതുപോലെ തണ്ടർബോൾട്ട് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പോലീസിനോട് ഷാർപ്പ് ഷൂട്ടേഴ്സിനെ വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 7 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഷാർപ്പ് ഷൂട്ടേഴ്സിന് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പോലീസുമായി ഡിസ്കസ് ചെയ്ത് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CCF KS ദീപ, അതുപോലെ തന്നെ DFO അരുൺ സക്കറിയ അടക്കമുള്ള ടീം അംഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാടിറങ്ങിയുള്ള പരിശോധനയ്ക്കായി സേനാംഗങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കാട്ടിലേക്കുള്ള പ്രയാണം ആരംഭിക്കും. എന്തായാലും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് കടുവയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഇവരുടെ ചലനങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കും. എല്ലാ ആയുധങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് കടുവയെ പിടിക്കാൻ തന്നെയാണ് ഷൂട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ നീക്കം. എന്തായാലും ജനവാസ മേഖല കൂടിയാണ്. പഞ്ചാരക്കൊല്ലിക്ക് അടുത്തുള്ള സ്ഥലമാണ്. പഞ്ചാരക്കൊല്ലിക്ക് അടുത്ത് 2-3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇന്നലെ തറാട് മേഖലയിലാണ് ഇന്നലെ കടുവയെ കണ്ടത്. ആ ഭാഗത്തിന് അടുത്ത് തന്നെയുള്ള ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് തീർച്ചയായും അവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്, അടുത്ത് തന്നെയാണ്. ഏകദേശം ഇതൊക്കെ തന്നെ പ്രിയദർശിനി പ്ലാന്റേഷൻ്റെ ഒരു ബോർഡർ എന്നുള്ള രീതിയിൽ വരുന്ന വനമേഖലയാണ് ഇതൊക്കെ തന്നെ. അതിനിടയിൽ 2-3 വീടുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. എന്തായാലും 12 ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് CCF KS ദീപ അടക്കമുള്ളവർ വളരെ നിർണായകമായ 48 മണിക്കൂറുകൾ എന്ന് തന്നെ ഈ ഒരു സമയത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ജനങ്ങളുടെ സഹകരണമാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനം. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, ജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്ത്. പ്രത്യേകിച്ചത് ദൗത്യ സംഘത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത നിലയിൽ തന്നെ അത് വേണമെന്ന കർശന നിർദ്ദേശം, കർഫ്യൂ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളുടെയൊക്കെയും ഒരു പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്? പൂർണ്ണ സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ടോ? കർശന നിർദ്ദേശം തന്നെയാണ്. അതായത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 48 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയല്ല കടുവയെ എന്തായാലും പിടികൂടുക, അല്ലെങ്കിൽ ഷൂട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ളത് തന്നെയാണ് ദൗത്യസേനയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. പുറത്തിറങ്ങരുത്, കാരണം കടുവ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കറങ്ങി നടപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നലെ രാത്രി പട്രോളിങ്ങിന്
ഇറങ്ങിയ സേനാംഗങ്ങൾ ഇത് കണ്ടിട്ടുമുണ്ട്, കടുവയെ കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിനെ എന്തായാലും ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. അതിനെ പിടികൂടാനുള്ള അല്ലെങ്കിൽ മറ്റ് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇന്ന് സേന ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും തെർമൽ ഡ്രോൺ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ഈ ഭാഗത്ത് തന്നെ കടുവയുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് അരുൺ സക്കറി അടക്കമുള്ള സേനാംഗങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കാടിലേക്ക് ഇവർ ഇറങ്ങും. അതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരോടടക്കം ഈ ജനവാസ മേഖല, ഈ പ്രധാനപ്പെട്ട റോഡ് കടന്നു പോകുന്ന മേഖലയിലാണ്. അതിന് താഴേക്കാണ് കാട്ടിലേക്ക് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോടടക്കം ഇതിനപ്പുറത്തേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് അവർക്ക് തന്നെ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല നാട്ടുകാർ ഈ വഴിക്ക് വന്നാൽ അതും വലിയ ബുദ്ധിമുട്ടാകും. കടുവ ഈ ശബ്ദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കടുവ ഈ ഭാഗത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജോഷ്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് നിൽക്കണം. കാരണം ഒന്ന് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷ, മറ്റൊന്ന് കടുവയെ പിടിക്കുക എന്നതാണ് ഈ സമയത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒപ്പം ജോഷ്ല, ഞാൻ അതിനിടെ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ കുട്ടികൾക്ക് ഇന്ന് പരീക്ഷയൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ പരീക്ഷാ സെന്ററുകളിലേക്ക് പോകാൻ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ആ രീതിയിൽ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്? കർഫ്യൂ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഈ പറഞ്ഞതുപോലെ പോകണമെങ്കിൽ എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്? തീർച്ചയായും മനു, കുട്ടികൾക്ക് പരീക്ഷയുള്ള കുട്ടികൾക്ക് കൃത്യമായും അവരെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരീക്ഷയുള്ള കുട്ടികൾ പോലീസിനെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ അതാത് സ്ഥലത്തെ വാർഡ് മെമ്പർമാർ അടക്കമുള്ള ആളുകളെ വിവരം അറിയിക്കണം. കൃത്യമായും അതിനുള്ള സജ്ജീകരണങ്ങൾ, വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സുരക്ഷയോടുകൂടി അവരെ പരീക്ഷാ സെന്ററുകളിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ, അത്ര പോലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇനിയും ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുക അത് വലിയ പ്രയാസമായിരിക്കും. മാത്രമല്ല ജനവാസ മേഖലയിലാണ് കടുവ കറങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാധയ്ക്ക് സംഭവിച്ചതുപോലുള്ള ദാരുണമായ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുക. മാത്രമല്ല കടുവ ഒരു തവണ ഒരാളെ കൊന്നതാണ്, നരഭോജി കടുവയാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ച വരുത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു. കാരണം ഇന്നലെ ഒരു RRT ഉദ്യോഗസ്ഥനെ കടുവ ആക്രമിച്ചു. അത്തരത്തിൽ അക്രമകാരിയായ കടുവയാണ് എന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നരഭോജി കടുവയാണെന്നുള്ള പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു, ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജനവാസ മേഖല കേന്ദ്രീകരിച്ച് വനാതിർത്തിയിൽ കടുവ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തറാട് മേഖലയിലാണെങ്കിൽ ഇന്ന് പിലാക്കാവ് മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ RRT ഉദ്യോഗസ്ഥരാണ് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അരുൺ സക്കറിയ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ദൗത്യസേന റെഡിയായി കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കാട്ടിലേക്ക് ഇറങ്ങുകയാണ് അവർ. ഇന്ന് കടുവയെ ലൊക്കേറ്റ് ചെയ്ത് ഇന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനു, ശരി, ഏതായാലും ജോഷ്ല പറഞ്ഞതുപോലെ ഇന്ന് എന്തെങ്കിലും ഒന്ന് നടക്കും. അത്രയും കൃത്യമായ ഒരു ഏകോപനം ഉണ്ടായിട്ടുണ്ട്. അത് ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ അടക്കം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു സംഘത്തിൽ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 48 മണിക്കൂർ ഏറ്റവും നിർണായകമായ ഒരു സമയമാണ്. കാരണം ആ പ്രദേശം വിട്ട് കടുവ പോയിട്ടില്ല എന്ന് ഇന്നലെ രാത്രിയിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം രാത്രിയിൽ ദൗത്യ സംഘത്തിന് മുന്നിൽ കടുവ പെട്ടതാണ്. പക്ഷേ ആ സമയം ആയതുകൊണ്ട് വെടിവെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ കണ്ടാലും ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ആണ് നൽകിയിരിക്കുന്നത്. നരഭോജി കടുവയായി പ്രഖ്യാപിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കാവ്യ. അതായത് ഇന്നലെയൊക്കെ കണ്ടു കാണുമല്ലോ, അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അവർ സംസ്ഥാന സർക്കാരിനെതിരെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു വാക്ക് പോലും സ്ഥലത്തെ MP-ക്കെതിരെ ചോദിക്കുന്നില്ല എന്നതാണ്. പ്രിയങ്ക ഗാന്ധി എവിടെ? പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ചില ചോദ്യങ്ങൾ വ്യക്തമായി ഉണ്ടാകാതിരിക്കാൻ ബോധപൂർവമായ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നു. അതെ അതെ, കാരണം വെച്ചാൽ ഇതിനു മുൻപ് MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തു ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം ഇത് 1972 കേന്ദ്ര നിയമമാണ് ഇവിടെ ഈ വനം വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അത് കാരണം നമുക്ക് പല
പലതും ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷമുള്ള ഇന്ദിരാഗാന്ധി സർക്കാരാണ് അത് ചെയ്തത്. പിന്നീട് അതിനുശേഷം വന്ന സർക്കാരുകൾ, അതിപ്പോൾ കോൺഗ്രസിന്റെ ആവട്ടെ BJPയുടേതാകട്ടെ, ഈ നടപടികൾ, ഈ നിയമം കൂടുതൽ കർശനമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു നിവേദനം പോലും ഈ നിയമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെ പ്രേക്ഷകരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ പ്രശ്നമുണ്ടായിട്ട് അതിൻ്റെതായ രീതിയിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല. ഇടപെടൽ എന്ന് ആവശ്യപ്പെടുന്നില്ല. ചുരുങ്ങിയ പക്ഷം എന്ത് പ്രതികരണം ഉണ്ടായി? അതിദാരുണമായ ഒരു മരണം നടന്നിട്ട് ഇത്ര വലിയ ഭീതിയിൽ ആ പ്രദേശമാകെ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും നിർണായകമായി നോക്കൂ, 48 മണിക്കൂർ കർഫ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു വന്യജീവിയെ പേടിച്ച് ആ മനുഷ്യന്മാരെല്ലാം വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. പറ്റില്ല. ജനജീവിതം ആകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഊർജിതമായി സ്വീകരിക്കുമ്പോൾ ഈ ചോദ്യം മറച്ചു വെക്കണം എന്ന നിലയിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം. കെ സുധാകരന്റെ വാക്കുകൾ ഞാനത് പറയാൻ വരികയായിരുന്നു. ഇതിനിടയിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത്, അറിയാതെയാണെങ്കിൽ പോലും കെ സുധാകരൻ സത്യം പറയുന്ന കാര്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വനമന്ത്രിയായിരിക്കുന്ന കാലത്തും ഈ പറയുന്ന പോലെ വന്യജീവി ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് കുറേയൊക്കെ നോക്കി, നടന്നില്ല. പിന്നെ ഞാൻ ആ പണിയെ നിർത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുള്ളി എന്തായാലും സത്യം പറയുകയുണ്ടായി. നമ്മുടെ VD സതീശന്റെ മലയോര ജാഥയുടെ ഉദ്ഘാടന വേദിയിലാണ് പറഞ്ഞത്. ജാഥ പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ സത്യം അപ്പോൾ പറഞ്ഞാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു.